സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ മലക്കപ്പാറ അടിച്ചിൽ തോട്ടിയിൽ കാട്ടാന ആക്രമണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടത്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആക്രമണം. ഇന്നലെ നടന്നാണ് തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഒരു 9:45 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവര് രാത്രി തേനടക്കം പോയി. ആദിവാസികൾക്ക് ഇപ്പൊ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനടക്കം പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. എന്നിട്ട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാരെല്ലാവരും പോയി രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്നൊക്കെ പൊട്ടി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ വിഷുദിനത്തിൽ നമ്മളൊക്കെ ആഘോഷത്തിൻ്റെയൊക്കെ വാർത്തകൾ പറയുമ്പോഴാണ് വീണ്ടും അതിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത വരുന്നത്. എപ്പോഴായിരുന്നു സംഭവം? ഈ മേഖല, ഈ അപകടത്തിൽപ്പെട്ട മേഖല ഒരു ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമാണോ? ശ്രീജ, ഇന്നലെയാണ് അപകടം സംഭവിക്കുന്നത്. ഇതിൽ പലതവണയായി ഈ അതിരപ്പള്ളി വനമേഖലയിലടക്കം കാട്ടാന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും പല ദൗർഭാഗ്യകരമായ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഒടുവിലത്തെ ഒരു സംഭവം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20-കാരനായ യുവാവിൻ്റെ മരണം. അതിൽ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ഈ വനവിഭവങ്ങൾ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി മലക്കപ്പാറ ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്ത്, ഉന്നതി അവിടുത്തെ ആദിവാസി കോളനിയിലാണ് സെബാസ്റ്റ്യനും കുടുംബവും എല്ലാം തന്നെ ഉള്ളത്. അവിടെ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് വനത്തിലേക്ക് നീങ്ങിയത്. അതിനിടയിൽ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. മറ്റ് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നത് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ സെബാസ്റ്റ്യൻ ഓടി മാറാനായിട്ട് സാധിച്ചില്ല. തുമ്പിക്കൈ അടിയേറ്റ സെബാസ്റ്റ്യൻ തൽക്ഷണം മരിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് ഏതാണ്ട് ഉച്ചയോടുകൂടി വിട്ടുകൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുകയും ചെയ്യും. എന്തായാലും ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് അതിരപ്പള്ളി മേഖലയിലേക്ക് വരുമ്പോൾ കൂടുതലാണ്. ഏതായാലും വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാടിനകത്തേക്കാണ് പോയത്. ഇവിടെ വെച്ചാണ് കാട്ടാന ശല്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് ജിമ്മി എന്ന് പറയുന്ന ഒരാൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനായിട്ട് ഇയാൾക്ക് സാധിക്കുകയും ചെയ്തു. പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തു. പറയുന്നത് ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്തും എല്ലാം തന്നെയും കാട്ടാന ആക്രമണം പതിവാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ ജനവാസ മേഖലയിൽ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ശക്തമായി തുടരുകയാണ്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വനമേഖലയിലാണ്. പൂർണ്ണമായും തന്നെ മലക്കപ്പാറ വനമേഖലയിലാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവരാണ് ഇങ്ങനെ കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നത്. സെബാസ്റ്റ്യൻ എന്ന 20-കാരനായ യുവാവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിലാണ് യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.